നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇഡി കരുവന്നൂരിൽ പിടിമുറുക്കുമ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കളത്തിലേക്ക്. കളി കണ്ട് ഗ്യാലറിയിലിരുന്ന് കരയാനാണ് ഇനി CPMന്റെ വിധി. തട്ടിപ്പിനിരയായവർക്കിടയിലേക്ക് ഇറങ്ങുകയാണ് സുരേഷ് ഗോപി. അതായത് നിക്ഷേപകർക്കൊപ്പം നിന്ന് അവരെ കേട്ട് അവർക്ക് വേണ്ട നടപടികൾ, അവർക്ക് വേണ്ട നീതി ഉറപ്പാക്കുകയാണ് ഇനി സുരേഷ് ഗോപിയുടെ ലക്ഷ്യം. തന്നെ കൈവിടാത്ത തൃശൂരുകാർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് സുരേഷ് ഗോപി പ്രഖ്യാപിച്ചതാണ് CPMനെ വിറപ്പിക്കുന്നത്. കേന്ദ്ര സർക്കാരുമായി ചേർന്ന് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ കടുത്ത എന്തോ നീക്കത്തിന് തയ്യാറെടുക്കുകയാണ് സുരേഷ് ഗോപി. കൂടുതൽ CPM നേതാക്കളെ പ്രതി ചേർക്കുമെന്നത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. എന്നാൽ അതുക്കും മേലെ ഒരു പണി വരുന്നുണ്ട്. ED ലിസ്റ്റിൽ ചില മന്ത്രിമാരുടെ പേരുകളുണ്ട്. അനധികൃത വായ്പ അനുവദിക്കാൻ P. രാജീവ് സമ്മർദ്ദം ചെലുത്തിയെന്ന് CPM നേതാവിന്റെ തന്നെ മൊഴിയുണ്ട്. മന്ത്രി രാജീവിനിട്ടാണോ അണിയറയിൽ നീക്കം വരുന്നത്? ഒരു വിക്കറ്റ് തെറിക്കാറായി എന്ന് സൂചനകൾ വരുന്നു. അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടായാൽ സുരേഷ് ഗോപിയുടെ മൈലേജ് കൂടും. ജനങ്ങൾ കൂടുതൽ കേന്ദ്രമന്ത്രിയോട് അടുക്കും. കേന്ദ്രമന്ത്രിയുടെ പ്രവർത്തനങ്ങളോട് അവർക്ക് വിശ്വാസ്യത കൂടുകയും ചെയ്യും. CPMുമായി ഒരുപാട് അകന്നു നിൽക്കുകയാണ് ഇപ്പോൾ ജനങ്ങൾ. ആ വിടവിലൂടെ സുരേഷ് ഗോപി കയറുകയാണ്. കരുവന്നൂർ കേസിലാണ് ED തകർക്കാൻ പോകുന്നത്. സുരേഷ് ഗോപി ആരാണെന്നതും കേരളം അറിയാൻ പോകുന്നത് ഇനിയുള്ള നീക്കങ്ങളിലൂടെയായിരിക്കും. ഇത് മനസ്സിലാക്കിയാണ് കരുവന്നൂരിൽ സാക്ഷാൽ യെച്ചൂരി നേരിട്ട് രംഗത്തിറങ്ങുന്നത്. എല്ലാ രേഖകളും, കരുവന്നൂരിൽ നടന്നിട്ടുള്ള എല്ലാ സംഭവ വികാസങ്ങളുടെയും രേഖകൾ അങ്ങ് കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ എത്തണമെന്നാണ് യെച്ചൂരി ഉത്തരവിട്ടിരിക്കുന്നത്. സുരേഷ് ഗോപി അടങ്ങിയിരിക്കാൻ തയ്യാറല്ല. CPMനിട്ട് പണിയാൻ കിട്ടുന്ന ഒരവസരവും കേന്ദ്രമന്ത്രി പാഴാക്കില്ല. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ CPMന് കനത്ത തിരിച്ചടി ഉണ്ടാക്കിയിരുന്നു. സുനിൽകുമാറിന് വേണ്ടി പ്രചാരണത്തിന് പോകാതെ നേതാക്കൾ ഉൾവലിഞ്ഞതും കരുവന്നൂർ പേടിയിലാണ്. ജനങ്ങൾ കൈകാര്യം ചെയ്യുമോ എന്ന ഭയം. ആ സമയത്ത് കരുവന്നൂർ പറഞ്ഞ് സുരേഷ് ഗോപി കത്തിക്കയറിയിരുന്നു. നിക്ഷേപകരെ കേൾക്കാൻ തയ്യാറാകുകയാണ് സുരേഷ് ഗോപി. CPM ചെയ്യാത്തതും അതുതന്നെയാണ്. അതായത് തട്ടിപ്പിന് മുന്നിൽ നിന്ന് കളിച്ചത് CPMന്റെ ആൾക്കാർ തന്നെയാണ്. എന്നാൽ വഞ്ചിക്കപ്പെട്ട നിക്ഷേപകരെ കാണാനോ അവർക്ക് വേണ്ട ആശ്വാസം നൽകാനോ CPMോ ഈ സർക്കാരോ തയ്യാറായില്ല. പകരം അവരെ കൂടുതൽ ദ്രോഹിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇതിനെല്ലാമുള്ള തിരിച്ചടി സുരേഷ് ഗോപിയിൽ നിന്ന് കിട്ടാൻ പോകുകയാണ്. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് സുരേഷ് ഗോപി വാക്കുകൊടുത്തിരുന്നു. അങ്ങനെ വെറും വാക്ക് പറയുന്ന ആളല്ല സുരേഷ് ഗോപിയെന്ന് തൃശ്ശൂരുകാർക്ക് അറിയാം. മുൻപ് തൃശ്ശൂരിൽ നിന്ന് തോറ്റപ്പോഴും അദ്ദേഹം തൃശ്ശൂരുകാർക്ക് വേണ്ടി പലതും ചെയ്തിരുന്നു. അവർക്ക് കൊടുത്ത വാക്കും പാലിച്ചിരുന്നു. ഇന്നിപ്പോൾ ജയിച്ചു, കേന്ദ്ര സഹമന്ത്രിയാണ്. ആ അധികാരം കേരളത്തിന് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കും എന്നതിൽ സംശയമില്ല. കഴിഞ്ഞ 6-7 വർഷമായി കരുവന്നൂർ അഴിമതി പാർട്ടി മൂടി പൊതിഞ്ഞ് നേതാക്കളെ സംരക്ഷിച്ചു വരികയായിരുന്നു. ED വന്നതോടെ സംരക്ഷണം അസാധ്യമായി. എവിടെ നിന്നെങ്കിലും പണം കണ്ടെത്തി കരുവന്നൂരിലെത്തിച്ച് കുറച്ചുപേർക്കെങ്കിലും നൽകി തലയൂരാനുള്ള ശ്രമത്തിന് പിന്നിൽ ഭയമാണുള്ളത്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ നിത്യേന 3 നേരം നൽകുന്ന പ്രസ്താവനകൾ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ പാർട്ടിയിലുള്ളവർക്കോ ഇനി കഴിയില്ല. EDയെ ഉപയോഗിച്ച് വേട്ടയാടുകയാണെന്ന ആരോപണം പാർട്ടിക്കാർ പോലും വിശ്വസിച്ചിട്ടില്ല. നേതാക്കളുടെ പ്രതികരണങ്ങൾക്ക് 1 മിനിറ്റ് പോലും ആയുസില്ലാത്ത അവസ്ഥയാണ്. ED വന്നതോടെ ബാങ്കിൽ പ്രശ്നമുണ്ടെന്ന് പാർട്ടി സമ്മതിക്കേണ്ടി വന്നു. സംസ്ഥാനത്തെ പ്രാദേശിക സഹകരണ ബാങ്കുകളിൽ പോലും പല സഖാക്കൾക്കും കോടികളുടെ നിക്ഷേപമുണ്ട്. സഹകരണ ബാങ്കുകളിൽ സഖാക്കൾക്ക് മാത്രമാണ് ജോലി ലഭിച്ചിട്ടുള്ളത്. അതിനാൽ സഖാക്കളുടെ നിക്ഷേപം എല്ലാ കാലത്തും രഹസ്യമായിരിക്കും. എന്നാൽ ED ഉൾപ്പെടെയുള്ള ഏജൻസികൾ വല വിരിച്ചതോടെ നിക്ഷേപം പിൻവലിച്ച് രക്ഷപ്പെടാൻ സഖാക്കൾ ശ്രമിക്കുന്നു. ഇതിനിടെ നിക്ഷേപ തട്ടിപ്പ് പുറത്തറിയാതിരിക്കാൻ പല സഹകരണ ബാങ്കുകളും പടക്കം പൊട്ടുന്നതുപോലെ പൊട്ടി. തൃശൂർ സംഭവത്തിലൂടെ ഒരു പുതിയ വിവരം EDക്ക് ലഭിച്ചു. അതായത് CPM അവിഹിതമായി ഉണ്ടാക്കിയ പണം വിവിധ പൊതുമേഖലാ ബാങ്കുകളിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഇതാണ് സുരേഷ് ഗോപിയുടെ പിടിവള്ളി. ഇതിൽ സുരേഷ് ഗോപി പിടിമുറുക്കിയാൽ CPMന്റെ അടിത്തറ ഇളകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.